യുദ്ധമില്ല, മിസൈൽ ആക്രമണമില്ല, ഭൂകമ്പവുമില്ല. എന്നിട്ടും യൂറോപ്പിലെ 3 വലിയ രാജ്യങ്ങൾ ഇന്ന് വലിയൊരു ദുരന്തത്തോട് പൊരുതുകയാണ്: സ്പെയിൻ, ഫ്രാൻസ്, ഇറ്റലി. ഈ വൻകിട രാജ്യങ്ങളിലെ വിവിധ പ്രദേശങ്ങൾ കത്തിയമർന്നുകൊണ്ടിരിക്കുകയാണ്. കാട്ടുതീ നിയന്ത്രണം വിട്ട് പടരുകയാണ്. ആയിരക്കണക്കിന് ആളുകളെ വീടുകളിൽ നിന്ന് ഒഴിപ്പിക്കേണ്ടി വന്നു. നൂറുകണക്കിന് അഗ്നിശമന സേനാംഗങ്ങൾ രാവും പകലും പോരാടുകയാണ്. ഏറ്റവും ദുഃഖകരമായ കാര്യം, ഈ തീ അണയ്ക്കാനുള്ള ശ്രമത്തിനിടെ 3 ഫയർ ഫൈറ്റേഴ്സിന് ജീവൻ നഷ്ടപ്പെട്ടു. ഇതൊരു സാധാരണ വൈൽഡ് ഫയർ മാത്രമല്ല, യൂറോപ്പ് നേരിടുന്ന ക്ലൈമറ്റ് ക്രൈസിസ് എത്ര ഭീകരമായ തലത്തിലേക്ക് എത്തിയെന്ന് ലോകത്തിന് മുന്നറിയിപ്പ് നൽകുകയാണ്. 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് പലയിടത്തും താപനില എത്തി നിൽക്കുന്നത്. യൂറോപ്പിനെ മുഴുവൻ വിറപ്പിച്ച ഈ ഭീകരമായ കാട്ടുതീക്ക് പിന്നിൽ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ഇവിടെ നടക്കുന്നത്, എന്തുകൊണ്ടാണ് തീ ഇത്ര വേഗത്തിൽ പടരുന്നത് പരിശോധിക്കാം. ആദ്യം നോക്കാം ഫ്രാൻസിലെ സ്ഥിതി. ഫ്രാൻസിന്റെ തെക്കു പടിഞ്ഞാറൻ ഭാഗത്തുള്ള പ്രശസ്തമായ ആർക്കാഷോൺ ബേസൻ മേഖലയിലും ബോർഡോ വിമാനത്താവളത്തിന് സമീപവുമാണ് അതിഭീകരമായ കാട്ടുതീ ആഞ്ഞടിക്കുന്നത്. തെക്കൻ ഫ്രാൻസിലെ വാർ മേഖലയിലും ഗിറോണ്ടെ മേഖലയിലും തീ നിയന്ത്രണം വിട്ട് പടരുകയാണ്. നിരവധി വീടുകൾ ഒഴിപ്പിച്ചു. ചില പ്രദേശങ്ങളിൽ സർക്കാർ അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞു. പുറത്ത് തീ കത്തിക്കാൻ പാടില്ല. ചിലയിടങ്ങളിൽ കമ്പഷൻ എഞ്ചിൻ ഉപയോഗിക്കുന്ന ജോലികൾക്കും വിലക്ക് ഏർപ്പെടുത്തി. കാരണം ഒരു ചെറിയ തീപ്പൊരി പോലും വലിയ ദുരന്തമായി മാറുന്ന അവസ്ഥയാണ്. തീപിടുത്തത്തിന്റെ തീവ്രത നോക്കുമ്പോൾ വളരെ അടുത്തടുത്തായിട്ട് നിൽക്കുന്ന പൈൻ മരക്കൂട്ടങ്ങൾക്കിടയിലൂടെ അതിവേഗമാണ് തീ പടരുന്നത്. ഫയർമെൻ ഇതിനെ അപൂർവമായ തീവ്രതയുള്ളത് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇനി മരണങ്ങൾ. ഫ്രാൻസിൽ മാത്രം 2 ഫയർമാൻമാരാണ് തീ അണയ്ക്കുന്നതിനിടെ വീരമൃത്യു വരിച്ചത്. ഇത് ഫ്രഞ്ച് സമൂഹത്തെ ആകെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. ഫ്രഞ്ച് ആഭ്യന്തരമന്ത്രി ലോറൻ ന്യൂനെസ് ദുരന്തമുഖത്തുള്ള ഫയർമാൻമാരുടെ കുടുംബങ്ങളെ സന്ദർശിക്കുകയും തൊഴിലാളികളുടെ അമിത ഭാരത്തെക്കുറിച്ചും റിസോഴ്സുകളുടെ കുറവിനെക്കുറിച്ചുമുള്ള യൂണിയനുകളുടെ മുന്നറിയിപ്പുകൾ ഗൗരവമായിട്ട് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. മെഡിറ്ററേനിയൻ തീരത്തുള്ള വാർ മേഖലയിലും മറ്റൊരു വലിയ കാട്ടുതീ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. ലണ്ടനിലെ ഹീത്രൂ എയർപോർട്ടിന്റെ ഇരട്ടി വലുപ്പമുള്ള വനപ്രദേശമാണ് ഇവിടെ കത്തി നശിച്ചത്. 400-ലധികം ആളുകളെയാണ് ഇവിടങ്ങളിൽ നിന്ന് ഒഴിപ്പിച്ചത്. 100 കണക്കിന് ഫയർമാൻമാരും വാട്ടർ ബോംബിംഗ് എയർക്രാഫ്റ്റുകളും ചേർന്നാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ പാടുപെടുന്നത്. ഫ്രഞ്ച് ഗ്രാമങ്ങളിലെ ജനങ്ങൾ കറുത്ത പുകമേഘങ്ങൾ കാരണം വീടുകൾ ഉപേക്ഷിച്ച് പലായനം ചെയ്യുന്ന ദാരുണമായ കാഴ്ചകളാണ് പുറത്തുവരുന്നത്. ഈ വർഷം മാത്രം ഫ്രാൻസിൽ 44,000 ഹെക്ടറിലധികം ഭൂമി കത്തി നശിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഇത് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. ഇനി ഇറ്റലി, പ്രത്യേകിച്ച് തെക്കൻ ഇറ്റാലിയൻ ദ്വീപായ സിസിലിയിൽ സ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ്. ദിവസങ്ങളായിട്ട് തുടരുന്ന കാട്ടുതീ അണയ്ക്കാനായിട്ട് ഏകദേശം 6000-ഓളം ഫയർമാൻമാരും ഫോറസ്റ്റ് ഗാർഡുകളും സിവിൽ പ്രൊട്ടക്ഷൻ ഒഫീഷ്യൽസും രംഗത്തിറങ്ങിയിരിക്കുന്നുണ്ട്. ഒരേ സമയം 50-ലധികം സ്ഥലങ്ങളിൽ തീ ആളി പടരുകയാണ്. സിസിലി റീജിയൻ തലവൻ റെനാറ്റോ സ്റ്റെഫാനി വ്യക്തമാക്കി. 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള ചൂടും ശക്തമായ ചൂട് കാറ്റും തീ അതിവേഗം പടരാൻ കാരണമായിട്ടുണ്ട്. ചില പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിച്ചു. ആയിരക്കണക്കിന് ഫയർ ഫൈറ്റേഴ്സ്, ഫോറസ്റ്റ് ഗാർഡ്, സിവിൽ പ്രൊട്ടക്ഷൻ ടീമുകൾ, വാട്ടർ ബോംബിംഗ് എയർക്രാഫ്റ്റ് എന്നിവയെല്ലാം രംഗത്തുണ്ട്. ഇവിടെയും ഒരു ഫയർ ഫൈറ്ററിന് ജീവൻ നഷ്ടപ്പെട്ടു. ഇതിലും വലിയൊരു ഞെട്ടിക്കുന്ന വിവരം ഇറ്റലിയിലെ കാലാബ്രിയ നിന്നാണ് പുറത്തു വരുന്നത്. അവിടെ റിപ്പോർട്ട് ചെയ്ത 160-ലധികം തീപിടുത്തങ്ങളിൽ പലതും സാമൂഹിക വിരുദ്ധർ മനഃപൂർവ്വം സൃഷ്ടിച്ചതാണ് എന്ന് സിവിൽ പ്രൊട്ടക്ഷൻ അധികൃതർ വെളിപ്പെടുത്തി. തീ വേഗത്തിൽ പടർത്താൻ വേണ്ടി തെരുവു പൂച്ചകളുടെ വാലുകളിൽ കത്തുന്ന തുണികളും മറ്റും കെട്ടിവെച്ചാണ് ഈ ക്രൂരത കാട്ടിയത് എന്നത് ലോകത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇനി സ്പെയിനിലേക്ക് വരുമ്പോൾ തലസ്ഥാനമായ മെഡ്രിഡിന് തൊട്ട് തെക്കുള്ള ടൊലീഡോ നഗരത്തിന് ചുറ്റുമുള്ള നിരവധി ജില്ലകളിൽ സ്പാനിഷ് അധികാരികൾ ഇവാക്യുവേഷൻ ഓർഡേഴ്സ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. കാട്ടുതീ വീടുകളിലേക്ക് അടുക്കുമെന്ന ഘട്ടത്തിൽ ജനങ്ങളുടെ മൊബൈൽ ഫോണുകളിലേക്ക് എമർജൻസി അലേർട്ടുകൾ അയച്ചു. പ്രധാന റോഡുകളെല്ലാം സിവിൽ ഗാർഡ് തടഞ്ഞിരിക്കുകയാണ്. 3 ഗ്രാമങ്ങളിലെ മുഴുവൻ ജനങ്ങളെയും പൂർണ്ണമായിട്ട് ഒഴിപ്പിച്ചു. 4ാമത്തെ ഗ്രാമത്തിലുള്ളവരോട് വീടുകൾക്ക് പുറത്തിറങ്ങരുത് എന്നും ജനലുകളും വാതിലുകളും പൂർണ്ണമായി അടച്ചിടാനും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മെഡ്രിഡിന് വടക്കായിട്ട് ഇതിനോടകം 10,000-കണക്കിന് ഹെക്ടർ വനപ്രദേശം നശിപ്പിച്ച വലിയൊരു കാട്ടുതീക്ക് പുറമെയാണ് ഇപ്പോൾ ടൊളിഡോയിലും പുതിയ തീപിടുത്തമുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം സ്പെയിനിൽ റെക്കോർഡ് വനമേഖലയാണ് കത്തി അമർന്നത് എന്നത് ഈ ഒരു പ്രതിസന്ധിയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് യൂറോപ്പിൽ ഇത്രയധികം കാട്ടുതീ ഉണ്ടാകുന്നത്? ക്ലൈമറ്റ് സയന്റിസ്റ്റ് വളരെ ക്ലിയർ ആയി പറയുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യൻ ഫോസിൽ ഫ്യൂൽസ് കത്തിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ആഗോള താപനവും ക്ലൈമറ്റ് ചേഞ്ചുമാണ് ഇത്തരം അതിതീവ്ര കാലാവസ്ഥാ സംഭവങ്ങൾക്ക് പ്രധാന കാരണം. വളരെ ഉയർന്ന താപനിലയും, അതായത് 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ, പിന്നെ അതുപോലെ മഴ ലഭിക്കാത്തത് മൂലം വറ്റി വരണ്ട മണ്ണും വീശിയടിക്കുന്ന വളരെ ശക്തമായ വരണ്ട കാറ്റ്, ഇതൊക്കെ തീപിടുത്തത്തിന് ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ് ഒരുക്കുന്നത്. ഇത് ഈ ഒരു വർഷം മാത്രമല്ല, വരും വർഷങ്ങളിലും യൂറോപ്പിന് വലിയൊരു ഭീഷണിയായിട്ട് തുടരുമെന്നാണ് യൂറോപ്യൻ അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ്. ശാസ്ത്രജ്ഞർ മറ്റൊരു പ്രധാന മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് ഇത്തരം സംഭവങ്ങളുടെ തീവ്രത
വർദ്ധിപ്പിക്കുകയാണ്. ലോകതാപനം കാരണം മണ്ണിലും മരങ്ങളിലും ജലാംശം വളരെ വേഗത്തിൽ നഷ്ടമാകുന്നു. അതോടെ ഒരു ചെറിയ തീപ്പൊരി പോലും നിമിഷങ്ങൾക്കകം വലിയ വൈൽഡ് ഫയർ ആയിട്ട് മാറുന്നു. വേൾഡ് വെതർ അട്രിബ്യൂഷൻ ഉൾപ്പെടെയുള്ള പഠനങ്ങൾ പറയുന്നത് ഈ വർഷത്തെ യൂറോപ്യൻ വരൾച്ചയും അതിനെ തുടർന്നുള്ള തീപിടുത്തങ്ങളും മനുഷ്യനിർമ്മിത കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ആഘാതം മൂലം കൂടുതൽ രൂക്ഷമായി എന്നാണ്. ഈ ഒരു ദുരന്തം ശരിക്കും വനങ്ങൾ മാത്രം കത്തി നശിക്കുന്നതിൽ ഒതുങ്ങുന്നില്ല. ടൂറിസം, അഗ്രികൾച്ചർ, വൈദ്യുതി വിതരണം, ഗതാഗതം, പ്രാദേശിക സമ്പദ് വ്യവസ്ഥ എന്നിവയും വലിയ തിരിച്ചടി നേരിടുകയാണ്. റോഡുകൾ അടച്ചു, ഗ്രാമങ്ങൾ ഒഴിപ്പിച്ചു, ഫയർ ഫൈറ്റിംഗ് ഓപ്പറേഷൻസ് തുടരുകയാണ്. ലക്ഷക്കണക്കിന് യൂറോപ്യൻ പൗരന്മാർ കടുത്ത ചൂട് മുന്നറിയിപ്പിന് കീഴിലാണ്. ഒരു കാലത്ത് കാട്ടുതീ എന്നത് വേനൽക്കാലത്ത് ഇടയ്ക്കൊക്കെ സംഭവിക്കുന്ന ഒരു പ്രകൃതി ദുരന്തമായിരുന്നു. പക്ഷെ ഇന്ന് അത് ലോകത്തിന്റെ പുതിയ യാഥാർത്ഥ്യമായി മാറുകയാണ്. സ്പെയിൻ, ഫ്രാൻസ്, ഇറ്റലി എന്നിവിടങ്ങളിൽ കത്തുന്നത് വെറും വനങ്ങൾ മാത്രമല്ല, കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ലോകത്തിന്റെ മുന്നറിയിപ്പുകൾ കൂടിയാണ്. ഇന്ന് യൂറോപ്പ് കത്തുകയാണ്, നാളെ മറ്റേതെങ്കിലും ഭൂഖണ്ഡമായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത ഒരു യൂറോപ്യൻ വാർത്ത മാത്രമല്ല, മുഴുവൻ ലോകത്തിനുമുള്ള ഒരു ക്ലൈമറ്റ് വാർണിംഗ് ആണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.